നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരങ്ങൾ ഇന്നാണല്ലോ. ആദ്യ മത്സരം 11 മണിക്ക് ഇതാ തുടങ്ങാനായിരിക്കുന്നു. രണ്ടാമത്തെ മത്സരം 3 മണിക്ക്. മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യ കളിക്കുന്നു USA-ക്കെതിരെ. രാത്രി 7 മണിക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് കളി. കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത്ര ശുഭകരമായ വാർത്തയല്ല. ജസ്പ്രീത് ബുംറ ഇന്നത്തെ മത്സരം കളിക്കില്ല എന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. എക്സ്പ്രസ് സ്പോർട്സിലെ ദേവേന്ദ്ര പാണ്ഡെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജസ്പ്രീത് ബുംറയ്ക്ക് വൈറൽ ഫീവറാണ്. അതിൽ നിന്ന് അദ്ദേഹം റിക്കവറായി വരുന്നു. ഇന്നലെ അദ്ദേഹം പ്രാക്ടീസിൻ്റെ സമയത്ത് സ്റ്റേഡിയത്തിൽ സന്നിഹിതനായിരുന്നെങ്കിലും അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ്. അദ്ദേഹത്തെ റഷ് ചെയ്യുന്നില്ല പെട്ടെന്ന് മടങ്ങിയെത്താൻ വേണ്ടി. ഇപ്പോൾ ഇന്നത്തെ കളി USA അത്ര കടുത്ത എതിരാളികളൊന്നും അല്ലല്ലോ. അപ്പോൾ മോസ്റ്റ് ലൈക്ലി സിറാജ് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുകൂടി ഇപ്പോൾ ദേവേന്ദ്ര പാണ്ഡെ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോയാൽ അതിങ്ങനെയാണ്: ഓൺ ദി മാച്ച് ബുംറ ഡിഡ് ടേൺ അപ്പ് അറ്റ് ദി ഗ്രൗണ്ട് ബട്ട് ഡിഡിൻ ട്രൈൻ. This means Mohammad Siraj most likely to get a game. Siraj was included in the team at the last moment after Indian pacer Harshit Rana was ruled out. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സിറാജിന് നല്ല സാധ്യതയുണ്ടെന്ന് കളി ലഭിക്കാൻ. അദ്ദേഹം ഇന്ന് പ്ലേയിങ് ലെവലിൽ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ബുംറ ഇന്ന് കളിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ എക്സ്പ്രസ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയെങ്കിൽ 13 ഫിറ്റ് പ്ലേയേഴ്സ് മാത്രമേ ഈ കളിക്കുള്ളൂ. വാഷിംഗ്ടൺ സുന്ദർ ഓൾറെഡി ഈ കളി കളിക്കില്ല, നമുക്കറിയാമല്ലോ. അദ്ദേഹം തിരികെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബൂംറയും ഇല്ലെങ്കിൽ പിന്നെ 13 ഫിറ്റ് പ്ലേയേഴ്സാണ് ഈ ഒരു മത്സരത്തിനുള്ളത്. ഇനി ആറ് ഓപ്പൺ ചെയ്യുമെന്ന കാര്യത്തിൽ ദേവേന്ദ്ര പാണ്ഡെ പറയുന്നത് എങ്ങനെയാണ്: ഇഷാൻ കിഷൻ വിൽ ഓപ്പൺ ദി ഇന്നിങ്സ് അലോങ് വിത്ത് അഭിഷേക് ശർമ്മ എന്നാണ്. അങ്ങനെയെങ്കിൽ സഞ്ജു സാംസൺ ഇന്ന് പ്ലേയിങ് ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇഷാന് ഇപ്പം മത്സരത്തിൽ 53 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 103 റൺസ് കിടിലൻ ഇന്നിങ്സിലൂടെ ന്യൂസിലാൻഡിനെതിരെ നേടുന്നത് നമ്മൾ കണ്ടു. മികച്ച പ്രകടനം, അദ്ദേഹം പൊളിച്ചടുക്കിയ ഒരു പ്രകടനമാണ്. സഞ്ജു സാംസൺ ഔട്ട് ഓഫ് ഫോം ആയതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ന് കളിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.